ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ശ്രീകല. നമുക്ക് ഈ മെനോപോസൽ ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? സാധാരണ 45-നും 55-നും ഇടയിലുള്ള സമയത്താണ് മിക്കവാറും 90% പേർക്കും മെനോപോസ് ആവുന്നത്. മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് വർഷങ്ങളായിട്ട് മാസത്തിലൊരിക്കൽ വന്നുകൊണ്ടിരിക്കുന്ന മാസമുറ നിലയ്ക്കുന്ന ഒരവസ്ഥ. സാധാരണ ഒരു 10 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 11-12 വയസ്സോടുകൂടി ആരംഭിക്കുന്ന നമ്മളുടെ മെൻസ്ട്രേഷൻ അത് അവസാനിക്കുന്ന കാലഘട്ടമാണ് മെനോപോസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഈസ്ട്രജൻ്റെ പ്രവർത്തനം വളരെ വലുതാണ്. എന്തൊക്കെയായിരിക്കും നമ്മുടെ ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ എൻഡോമെട്രിയൽ ചേഞ്ചസ് തൊട്ട് ലൂബ്രിക്കേഷൻ ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ ബോൺ ഹെൽത്ത്, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഹെൽത്ത്, ഹെയറിൻ്റെ ഗ്രോത്ത്, നഖങ്ങളുടെ വളർച്ച, സ്കിന്നിൻ്റെ ഡ്രൈനെസ്, ഇതിലെല്ലാം ഈസ്ട്രജൻ്റെ ഒരു പ്രത്യേക കൈകളുണ്ട്. നമ്മുടെ സ്കിൻ എപ്പോഴും മോയിസ്റ്റായിട്ടിരിക്കാൻ ഈസ്ട്രജൻ വേണം. മുടി വളർച്ചയ്ക്ക്, നഖത്തിൻ്റെ ബലത്തിന് അല്ലെങ്കിൽ ബോണിൻ്റെ ബലത്തിന്, അതുപോലെ നമ്മുടെ ഹാർട്ടിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പുകൾ അടിയാതിരിക്കാൻ, ഹാർട്ടിന് നല്ല ഒരു ടോണിക്കാണ് എന്ന് തന്നെ പറയാം ഈസ്ട്രജൻ. അപ്പോൾ സാധാരണ ലേഡീസിന് അറ്റാക്ക് വരില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അപ്പം കൂടുതലും മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആ സമയത്ത് നമ്മുടെ ഈസ്ട്രജൻ ലെവൽ കുറയുന്ന കൊണ്ട് തന്നെ ഒബേസിറ്റി വന്നുപെടാനും രക്തക്കുഴലുകളിലും ശരീരത്തിലും ആവശ്യത്തിലധികം കൊഴുപ്പ് നമുക്ക് വന്നു ചേർന്ന് നമുക്ക് ഇത് കാർഡിയാക് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൊഴുപ്പ് കുറഞ്ഞ ആഹാര രീതിയും എക്സസൈസും ഈസ്ട്രജൻ അടങ്ങിയ ഭക്ഷണ രീതിയും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാൽസ്യം കണ്ടൻറ്റുള്ള ഭക്ഷണം കഴിക്കുക. ഇടയ്ക്ക് നമുക്കൊരു കാൽസ്യം ചെക്കപ്പ് നടത്തുന്നതിന് വിരോധമില്ല. കാരണം കാൽസ്യം നമ്മുടെ ബോണിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയും പെട്ടെന്ന് നമുക്ക് അസ്ഥികൾക്ക് തേയ്മാനം ഉണ്ടാകുക, ഫ്രാക്ചർ ഉണ്ടാകുക ഒക്കെ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മെനോപോസൽ ടൈം. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അതിനുശേഷം നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ആവശ്യമെങ്കിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ സമയത്ത് ഹെവി ബ്ലീഡിങ്സ് ഉള്ളവർക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തി ഫൈബ്രോയിഡ് ഉണ്ടോ, അത് എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടോ, അതല്ലെങ്കിൽ എൻഡോമെട്രിയൽ തിക്നെസ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട വൈദ്യനിർദ്ദേശം എടുക്കണം. എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.